ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 8. വ്യത്യസ്തർ യേശുവിൽ ഒരുമിച്ച്. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 28 ബിസിനസ് അനലിസ്റ്റ് ഫ്രാൻസിസ് ഇവാൻസ് ഒരിക്കൽ 125 ഇൻഷുറൻസ് സെയിൽസ്മാൻമാരെ എന്താണ് അവരുടെ വിജയരഹസ്യമെന്ന് കണ്ടെത്താൻ പഠന വിധേയമാക്കി. അതിശയകരമെന്ന് പറയട്ടെ, കഴിവ് പ്രധാന ഘടകമായിരുന്നില്ല. പകരം ഉപഭോക്താക്കൾ തങ്ങളുടെ അതേ രാഷ്ട്രീയവും വിദ്യാഭ്യാസവും ഉയരവുമുള്ള സെയിൽസ്മാൻമാരിൽ നിന്ന് വാങ്ങാൻ കൂടുതൽ സാധ്യതയുള്ളതായി ഇവാൻസ് കണ്ടെത്തി. പണ്ഡിതന്മാർ ഇതിനെ ഹോമോഫിലി എന്ന് വിളിക്കുന്നു, തങ്ങളെപ്പോലുള്ളവരെ ഇഷ്ടപ്പെടുന്ന പ്രവണത. ഹോമോഫിലി ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലും കാണാം. തങ്ങളെപ്പോലെയുള്ള ആളുകളെ വിവാഹം കഴിക്കാനും അവരുമായി സൗഹൃദം സ്ഥാപിക്കാനും നാം ശ്രമിക്കുന്നു. സ്വാഭാവികമാണെങ്കിലും ഹോമോഫിലി പരിശോധിക്കാതെ വിടുന്നത് വിനാശകരമായിരിക്കും. നാം നമ്മുടെ തരത്തിലുള്ള ആളുകളെ മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തിൻ്റെ വംശീയതയും രാഷ്ട്രീയവും സാമ്പത്തികവുമായ മുന്നേറ്റത്തിൽ വിള്ളലുണ്ടാകും. 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാർ യഹൂദന്മാരോടും ഗ്രീക്കുകാരോടും പറ്റിനിന്നു. ധനികരും ദരിദ്രരും ഒരിക്കലും ഇടകലർന്നില്ല. എന്നിട്ടും റോമാലേഖനം 16 അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പ്രിസ്കില്ലയും അക്വിലാവും, അതായത് യഹൂദൻ, എപ്പൈനത്തോസ്, അതായത് ഗ്രീക്ക്, ഫേബ, അതായത് പലരുടെയും ഗുണകാംക്ഷി, അതിനാൽ ഒരു പക്ഷേ ധനിക, ഫിലോലോഗോസ്, അതായത് അടിമകൾക്ക് സാധാരണയായി കാണുന്ന പേര്, എന്നിവരടങ്ങുന്നതായിരുന്നു റോമയിലെ സഭ. ഇത്രയും വ്യത്യസ്തരായ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്നത് എന്താണ്? യേശു. അവനിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല. നമ്മളെപ്പോലുള്ളവരുടെ കൂടെ ജീവിക്കാനും ജോലി ചെയ്യാനും പള്ളിയിൽ പോകാനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് യേശു നമ്മെ തള്ളിവിടുന്നു. ദൈവം നമ്മെ വ്യത്യസ്തമായ ഒരു ലോകത്തിൽ ഒരു കുടുംബമായി അവനിൽ ഏകീകരിക്കപ്പെടുന്ന വ്യത്യസ്തമായ ഒരു ജനതയാക്കുന്നു. ചിന്തിക്കുക, നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ സജീവമായി എത്തിച്ചേരാനാകും? വംശീയമോ സാമ്പത്തികമോ ആയ ഭിന്നതകൾ പരിഹരിക്കാൻ ഈ ആഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിന് മഹത്വം.